അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ, മരണവാർത്തയാണ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്ക് ശാന്തമാക്കാൻ ശ്രമിച്ച കോഴിക്കോട് സ്വദേശിയായ ഒരു മലയാളി മരണപ്പെട്ട വിവരമാണ് അങ്ങ് ദുബായിൽ നിന്നും വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാർത്തയായി പോയി ഇത്. അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും വീണ്ടും ഒരു നോവാറുന്ന വാർത്ത. ദുബായിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഒരു യുവാവ് കുത്തേറ്റ് മരിച്ചത്. നല്ലൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ, ഒരു കുടുംബത്തിൻ്റെ വെളിച്ചമാണ് ഇവരില്ലാതാക്കിയത്. ഒന്നിനുമില്ലാത്ത ആ പാവം ചെറുപ്പക്കാരൻ അതിദാരുണമായാണ് മരണപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. മരണപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് ചെറുവണ്ണൂർ മധുര ബസാറിലെ നജാത്ത് മൻസിലിൽ ജസീലാണ് മരണപ്പെട്ടത്. 32 വയസ്സ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊക്കെ വാർത്തകളാണ് ദിവസേന നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കേൾക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഓരോ വാർത്തകളാണ് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പടച്ചറബ് എല്ലാവരെയും കാക്കുമാറാകട്ടെ. ഒന്നിനുമില്ലാത്ത ആ പാവം ചെറുപ്പക്കാരൻ വെറുതെ അവർക്ക് തലവെച്ച് കൊടുത്തതുപോലെയായിപ്പോയി. അൽക്കൂസിലെ താമസ സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു സംഘർഷം നടക്കുന്നത്. ഈ ഒരു സംഘർഷണത്തിനിടയിലാണ് ഈ പാവം അതിദാരുണമായി മരണപ്പെട്ടു പോയത്. തൊട്ടടുത്ത റൂമിലെ മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു സുഹൃത്തുക്കൾ തമ്മിൽ. ആ ഒരു തർക്കമാണ് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചത്. പുറത്തുനിന്നും ഭക്ഷണം കഴിച്ചെത്തിയ ജസീൽ തൻ്റെ മുറിയിൽ നടന്ന വാക്ക് തർക്കം ശാന്തമാക്കാൻ ഇടപെട്ടതായിരുന്നു. എന്നാൽ വിവേകം നഷ്ടപ്പെട്ട ആ നശിച്ച ആക്രമിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ജസീലിൻ്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, രക്തം വാർന്നൊഴുകി ജസീൽ പിടയുകയായിരുന്നു. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തിയാണ് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രക്തം വാർന്നൊഴുകി ജസീൽ മരണപ്പെട്ടുപോയി. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇവരില്ലാതാക്കിയത്. ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ് നശിപ്പിച്ചത്. ഇതിന് തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഇത്തരമൊരു ക്രൂരതയ്ക്ക് ഇരയായത് മലയാളി പ്രവാസി തന്നെ. പ്രവാസി മലയാളി സമൂഹം ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത് തിരൂരങ്ങാടിയിൽ നിന്നാണ്. വേങ്ങര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ഷംസിയ മരണപ്പെട്ടിട്ടുണ്ട്. 43 വയസ്സാണ് പ്രായം. ഇന്ന് രാവിലെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദീർഘകാലമായി CHSൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഡോക്ടർ ഷംസിയ. സൗമ്യമായ പെരുമാറ്റം കൊണ്ടും രോഗികളോടുള്ള കരുതൽ കൊണ്ടും അവിടെയുള്ള നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും പ്രിയങ്കരിയായിരുന്നു അവർ. അവരാണ് ഇന്ന് പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പടച്ചറബ് അവർക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ സഹോദരിയുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ജസീൽ എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നീ നൽകണേ റബ്ബേ. ഷഹീദിൻ്റെ പ്രതിഫലം നീ നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരെ ആരുടെ മുന്നിലും തലകുനിക്കാനാക്കല്ലേ റബ്ബേ. അവരുടെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. റഹ്മത്തും ബർക്കത്തും ചുരിഞ്ഞു കൊടുക്കണേ റബ്ബേ. റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.